ഹലോ വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് പാർട്ടി. ഞാൻ അരുണിമ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള ഫിലിമിനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു 2025 ഞാൻ കണ്ട മൂവീസിൽ വെച്ച് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഏറ്റവും അടിപൊളിയായിട്ട് ഇതിൽ പറയാനുള്ളത് എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. എനിക്ക് കാണുമ്പോഴേ നമ്മുടെ ഒരു അഞ്ചാം പാതിരയുടെ ഒരു വൈബാണ് അടിച്ചത്. പക്ഷെ അഞ്ചാം പാതിര പോലെയുള്ള പടമൊന്നുമല്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, അഞ്ചാം പാതിര സെറ്റ് വെച്ചത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ 26 വർഷത്തെ കരിയറിനിടയിൽ ഇത്രയും ഡെപ്തുള്ള ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കാരണം അത്രയും ഇമോഷണൽ ആയിട്ടുള്ള മൂമെന്റിലൂടെയാണ് ഇതിലുള്ള കുഞ്ചാക്കോ ബോബൻ്റെ കഥാപാത്രം കടന്നു പോകുന്നത്. ഒരേ സമയം അച്ഛനായും അതേപോലെ തന്നെ ഒരു പോലീസ് ഓഫീസറായും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തന്നെ തോന്നി. പല സമയങ്ങളും ഈ സിനിമ പോകുമ്പോൾ അത്രയും എൻഗേജിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് പോലും ലാഗ് അടിക്കുന്ന ഒരു കാര്യമേ ഇതിനകത്തില്ല. പല സീൻസും ഞാൻ കണ്ടത് ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. നമ്മൾ ചില വയലൻസ് സീൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അത്രയും എന്താ പറയുക, ഭയങ്കര ഇമ്പാക്റ്റോടെ അത് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്താണോ ഈ സിനിമ എല്ലാവരും പറഞ്ഞു വെച്ചത് അതേ ഹൈപ്പ് നിലനിർത്തിയ ഒരു പടമായിട്ടാണ്. സാധാരണയായിട്ടുള്ള ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒന്നും അല്ല. അപ്പോൾ അത്രയും അങ്ങനെയൊന്നും അല്ലാത്തൊരു സ്ക്രിപ്റ്റ് ഇത്രയും മികച്ചതാവണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ എലിമെന്റ്സ് ഉണ്ട്. അതിൽ ഡയറക്ടർ മികവുണ്ടാവണം, അഭിനേതാക്കളുടെ മികവുണ്ടാവും. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും ഈ സിനിമ ടോപ്പ് നോച്ചാണ്. കഥയായിക്കോട്ടെ, കഥയും ടോപ്പ് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കരമാണ് അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും എനിക്കിതിലെ കഥ ഫീൽ ചെയ്തിട്ടില്ല. കഥ ഒരു നോർമലി ആവറേജ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനെ എലിവേറ്റ് ചെയ്യുന്ന കാര്യം ഇതിലെ BGMഉം ഡയറക്ടറുടെ ഒരു മികവും അതേപോലെ തന്നെ ആക്ടേഴ്സിൻ്റെ ഒക്കെ മറ്റു കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ജഗദീഷ്, പ്രിയാമണി, വിശാഖ ഒക്കെയാണ്. പിന്നെ ഇതിലൊരു വില്ലന്മാരുടെ ഒരു ഗ്യാങ് ഉണ്ട്. വൺ ഓഫ് ദ ടോപ്പ് ഗ്യാങ് എന്ന് പറയാം. ഭയങ്കര നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഗ്യാങ് ആണ്. പുതിയ കഥാപാത്രങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. എവ്രിവൺ ഡിഡ് ദെയർ ജോബ് അറ്റ് ദ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. സോ അടിപൊളിയായിട്ടുള്ള ഒരു ഫിലിമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫിലിം ഫീൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞിറങ്ങിയപ്പോഴും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. സോ നല്ല ക്രൈം ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ, ഇത് നിങ്ങൾക്കൊരു മസ്റ്റ് വാച്ചാണ്. അല്ലാത്ത ആളുകൾക്ക് നല്ലൊരു സിനിമാറ്റിക് അനുഭവം നൽകുന്ന മൂവിയാണ്. സോ ഗോ വാച്ച് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇൻ നിയറസ്റ്റ് തിയേറ്റേഴ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.